അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശാലോം ടിവിയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കാർലോ അക്വിറ്റീസ് എന്ന 15 വയസ്സുകാരൻ താൻ ജീവിച്ച 15 വർഷത്തിനിടയിൽ 15 വർഷം മാത്രം ജീവിച്ച ഈ കാലഘട്ടത്തിൽ എങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു, ഈശോയോട് ചേർന്ന് ജീവിച്ചു എന്നാണ് നമ്മൾ പല എപ്പിസോഡിൽ കാണുന്നത്. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്നത്. പലപ്പോഴും ചില എപ്പിസോഡുകളിൽ പരാമർശിക്കപ്പെട്ടൊരു കാര്യമാണെങ്കിലും ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന അതേ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളെ സഹായിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രദേഴ്സ്. കാരണം ഇത് കാർലോ തുടങ്ങി വെച്ച ഒരു ദൗത്യമാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അതിന് തുടരുന്ന 2 പേരാണ് ആക്ച്വലി ബ്രദർ എഫ്രേമും ബ്രദർ ജോണും. കാരണം നമ്മൾ സംസാരിക്കുന്നത് മീഡിയയെ ഇവാഞ്ചലൈസേഷന് വേണ്ടി ഉപയോഗിക്കണമെന്നത് കാർലോയുടെ ഒരു കാർലോ അക്വിറ്റീസിൻ്റെ വലിയൊരു ബോധ്യമായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഡിജിറ്റൽ വേൾഡ് അതുപോലെ ഉപയോഗിക്കണം, ഒരു വെർച്വൽ വേൾഡിൽ ഈശോയെ പങ്കുവെക്കണമെന്ന്, ഇവാഞ്ചലൈസേഷൻ നടത്തണമെന്ന് കാർലോ ചിന്തിച്ചിരുന്നു. കാരണം അത് വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ അത്യാവശ്യമായ ഒരു സുവിശേഷ പ്രഘോഷണ രീതിയാണ് എന്നതിലൊരു സംശയമില്ല. തീർച്ചയായിട്ടും നമ്മളിന്നായിരിക്കുന്ന ഈ ശാലോം അത്തരത്തിലുള്ള ഒരു മീഡിയ ഇവാഞ്ചലൈസേഷൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു 15 വയസ്സ് മാത്രം ജീവിച്ച ചെറുപ്പക്കാരൻ അതിനുവേണ്ടി ചെയ്തു തുടങ്ങിയ സാധ്യതകൾ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇവരിൽ നിന്ന് കേൾക്കാം. അത് ഇവർ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചൂട് പിടിച്ച് വീണ്ടും കാർലോ വോയിസ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മാഗസിനും ഒക്കെ പബ്ലിഷ് ചെയ്തു വരുന്നത് അത്തരത്തിലൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ബ്രദർ ജോണും ബ്രദർ എഫ്രേമും നമ്മളോട് പങ്കുവയ്ക്കുന്നത് കാർലോ എങ്ങനെ ഒരു മീഡിയയിലൂടെയുള്ള, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണത്തെ എങ്ങനെ കണ്ടിരുന്നു. കാർലോ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധനാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ ദൈവത്തിനു വേണ്ടി ഉപയോഗിച്ച വിശുദ്ധൻ. അതാണ് കാർലോയെ പറ്റി പറയാൻ പറ്റുന്നത്. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വന്തമായി നെയ്തിറക്കിയ വെബ്സൈറ്റ്, അതിനകത്ത് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ, ലോകത്തെമ്പാടും നടന്ന വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ, 50ഓളം മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയെപ്പറ്റി 142ഓളം വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. വിശുദ്ധരും മറ്റുള്ളവർക്കൊക്കെ ദർശനങ്ങൾ കിട്ടിയ കാര്യങ്ങൾ, വിശുദ്ധർക്ക് ദർശനങ്ങൾ കിട്ടിയ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും ശുദ്ധീകരണ സ്ഥലത്തെ പറ്റിയൊക്കെ ദർശനങ്ങൾ കിട്ടിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓരോ ഇങ്ങനെ ഹെവൻ, ഹെൽ, പർഗേട്രി അങ്ങനെ തിരിച്ച് കാർലോ വളരെയധികം ക്രിയാത്മകമായ രീതിയിൽ വിശുദ്ധരിലൂടെ ദൈവത്തിലേക്ക് എത്തിക്കാൻ നമ്മളെല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാലാഖമാരെ പറ്റി, ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. മാലാഖമാരെ പറ്റി, വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെട്ടതും വിശുദ്ധർക്ക് കിട്ടിയ ദർശനങ്ങളെപ്പറ്റിയും മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഈ കാർലോ അക്വിറ്റീസ് തൻ്റെ ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മളെല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാർലോ അക്വിറ്റീസിൻ്റെ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന് ഒരു മുമ്പേ ജീവിച്ച വ്യക്തിയാണ് കാർലോ അക്വിറ്റീസ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രദർ എഫ്രേമിനോട് ചോദിക്കുന്നത്, ഇത് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഒരു എപ്പിസോഡിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. മാർപ്പാപ്പ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു വൈഭവം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും അങ്ങനെ പഠിക്കാൻ ഒരു സാധ്യതകൾ ലഭിക്കുന്ന പ്രായത്തിന് മുമ്പേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്പ്യൂട്ടർ വൈഭവം, പ്രത്യേകിച്ച് അവിടെ എനിക്കിവിടെ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഇവാഞ്ചലൈസേഷൻ ത്രൂ ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് തന്നെയല്ലേ.
ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇവാഞ്ചലൈസേഷൻ ത്രൂ ഡിജിറ്റൽ മീഡിയ എന്നതിനെയാണ് പരിശുദ്ധ പിതാവ് ക്രിസ്തുസ് വിവിധ ക്രിസ്തു ജീവിക്കുന്നു എന്ന അപ്പസ്തോലിക പ്രബോധന രേഖ 106 പറയുന്നുണ്ട്. കാർലോ അറിഞ്ഞിരുന്നു എപ്രകാരമാണ് ഈ നവയുഗ മാധ്യമങ്ങളിലൂടെ സുവിശേഷവൽക്കരണം നടത്തേണ്ടത് എന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിൻ്റെ രഹസ്യങ്ങൾ പോലും അവന് വ്യക്തമായി അറിഞ്ഞിരുന്നെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമുക്കൊരു സംശയം തോന്നും, ഇവൻ എങ്ങനെ ഈ നവയുഗ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ ഇവന് ഒരു ഇതിലേക്കൊരു ചുവടുവെപ്പ്. നമ്മൾ ഓൾറെഡി പരിശുദ്ധ കുർബാനയെ പറ്റി റിമിനിയിൽ കണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതിപാദിച്ചതാണ്. അപ്പോൾ അതിന് അത് പ്രതിപാദിക്കുന്ന ഒരു പ്രസക്തിയില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലൊരു വൈദികൻ കാർലോയുടെ വീട്ടിൽ വന്നപ്പോൾ കാർലോയെ പരീക്ഷിക്കാം എന്ന രീതിയിൽ കുറേ ചോദ്യങ്ങൾ അങ്ങ് ഇട്ടുകൊടുത്തു. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമായിരുന്നു ചോദ്യം. അപ്പോൾ വൈദികൻ ഒരു വിക്കറ്റ് രീതിയിൽ പറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല. കാർലോ എന്ത് ചെയ്തു? വളരെ വിഷമത്തിൽ, അവൻ്റെ മുഖം കണ്ടപ്പം ഒന്നാമത് വെളുത്തു തുടുത്തിരിക്കുന്ന മനുഷ്യനാണ്, അവൻ്റെ മുഖം നല്ല ചുമന്നു പോയെന്നാണ് അമ്മ പറയുന്നത്. അപ്പം പറഞ്ഞ അച്ഛനും അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഈ പയ്യൻ്റെ മുഖം ചുമന്ന് തുടുത്തു പോയി. കാരണം എന്താ? പരിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്നൊരു അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ. അപ്പം അച്ഛൻ പിന്നീട് പറഞ്ഞു, മകനെ, അതായത് മോനെ, നീ ചെയ്യുന്ന കാര്യം നല്ലതാണ്. നീ കളക്ട് ചെയ്ത സംഭവങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കണം. എന്നാലേ 100 ജനങ്ങളിത്, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം പലർക്കുമുള്ള സംശയമാണ്, പല ആളുകളുടെയും സംശയമാണ്. അത് സ്ഥിരീകരിക്കാൻ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇടയാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവയുഗ മാധ്യമങ്ങൾ സുവിശേഷവൽക്കരണത്തിന് ഏറ്റവും ഉപയോഗപ്രദമാണെന്ന് ഗൗദാത്തെ എക്സുൽത്താത്തെ എന്ന പറഞ്ഞ ആനന്ദിച്ചാഹ്ലാദിക്കും എന്ന് പറഞ്ഞ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം മാധ്യമങ്ങൾ ദുരുപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തെറ്റായത് മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നു. തെറ്റിൻ്റെ പുറകെയാണ് ജനങ്ങൾ പോകുന്നത്. നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനവും അതിനകത്ത് കാണുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അതായത് വ്യാജ പ്രവാചകന്മാർ അവസാനം വരും. അവരുടെ ഇമ്പമുള്ള ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാൻ വേണ്ടി ആളുകൾ കൂടും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ നേരത്തെ ദീർഘവീക്ഷണത്തിൽ കണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടമാണ്, മാധ്യമങ്ങളോട് തെറ്റായത് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ശരി എന്ത് എന്ന് പഠിപ്പിക്കാൻ കാർലോ ആഗ്രഹിച്ചിരുന്നു. അത് കാർലോയുടെ നടക്കാതെ പോയൊരാഗ്രഹമാണ്. അതായത് ഇപ്പം കാർലോ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ആധ്യാത്മികമായി തിരുസഭയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, തിരുസഭയെ വളർത്തണം, തിരുസഭയെ പടുത്തുയർത്താൻ വേണ്ടി ശരി മാത്രം നമുക്ക് പഠിപ്പിക്കണം. ആളുകൾക്കെല്ലാം ഈ ഇപ്പം മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ റവിച്ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട് മീഡിയാസ്. അപ്പോൾ ആ ഫിംഗർ ടിപ്പിൽ മീഡിയാസ് ഉള്ളപ്പോഴും നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്ത് വേണമെങ്കിലും സർഫ് ചെയ്യാം, എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ജനങ്ങളെല്ലാം ഇപ്പം വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതാണ് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ നവയുഗ മാധ്യമങ്ങളിൽ നമുക്ക് കാർലോ ഒരു ധീര മാതൃക തന്നെയാണ്. കാരണം വെബ്സൈറ്റ് മാത്രം കാർലോ ചെയ്തെന്ന് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ, കാർലോ അന്ന് ആ കാലഘട്ടങ്ങളിൽ കാർലോയെ പറ്റി വേറൊരു കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്. മതബോധന ക്ലാസ്സുകളിൽ ഡിബേറ്റുകൾ സംഘടിപ്പിക്കുമായിരുന്നു. മതബോധന ക്ലാസ്സിൽ ഡിബേറ്റ് സംഘടിപ്പിച്ച സമയത്ത് അധ്യാപകർ പറഞ്ഞു, ഭ്രൂണഹത്യയെ പറ്റി പറയുന്നുണ്ട്. ഭ്രൂണഹത്യയെ പറ്റി പ്രതിപാദിക്കാൻ പറയുമ്പോൾ അന്ന് ഓൺ ദി സ്പോട്ടാണ് ടോപ്പിക് കൊടുക്കുന്നത്. അവിടെയുള്ള എല്ലാ പിള്ളേരും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ്ടേ നമ്മുടെ ധൈര്യശാലിയായ കാർലോ എഴുന്നേറ്റ് നിന്ന് അതിനെ ഒപ്പോസ് ചെയ്യുന്ന സഭയുടെ പഠനങ്ങളാണ് മതബോധന ക്ലാസ്സിൽ പറഞ്ഞതെന്ന് മതബോധന അധ്യാപകൻ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ബാലൻ എഴുന്നേറ്റെന്ന് പറയുവാണ്, ഭ്രൂണഹത്യനെ അന്ന് ജോൺ പോൾ സെക്കൻഡിൻ്റെ ഏറ്റവും ആനുകാലികമായ ഒരു അപ്പസ്തോലിക പ്രമാണ രേഖ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ അന്ന് കാർലോയെ ഇത് സഹായിച്ചത് എന്താണ്? ഈ മാധ്യമങ്ങളാണ് സഹായിച്ചത്. ഇത് എന്താണ് തിരിച്ചറിയാൻ, സഭയുടെ ശരിയായ പഠനം എന്താണെന്ന് തിരിച്ചറിയാൻ. അതിന് ചുവട് വെച്ച് തന്നെയാണ് ഞങ്ങളും ഈ കാർലോ വോയ്സ് എന്ന ഒരു മിഷൻ തുടങ്ങിയതും. അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് വേൾഡ് വൈഡായിട്ട് കാർലോ യൂത്ത് ആർമി എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ തുടങ്ങിയതാണ്. അത് കാർലോയുടെ അമ്മയാണ് അതിൻ്റെ പേട്രൺ. അതായത് നമുക്ക് വത്തിക്കാനെന്ന അനുവാദമുണ്ട്. അപ്പോൾ ഞങ്ങളിത് മീഡിയാസിലൂടെ തന്നെ സത്യം ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് 5 കോണ്ടിനെൻസിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ മീഡിയാസിലൂടെ സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ കാർലോ ബോയ്സിലൂടെ തന്നെ അല്ലാതെ തന്നെ കാർലോ ബോയ്സിൻ്റെ ഒരു സബ്ബായിട്ട് ഒരു യൂത്ത് വിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാർപ്പാപ്പയുടെ ആ വിളിയും നമ്മുടെ കാർലോ എക്യൂട്ടീവ്സിൻ്റെ ആ ഒരു ആഗ്രഹമാണ് അതിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നവയുഗ മാധ്യമങ്ങളിൽ സുവിശേഷവൽക്കരണം വളരെ ആവശ്യമാണ്.
അതായത് എല്ലാ നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഉപയോഗിക്കണം. അതിലൂടെ നമ്മൾ ദൈവവചനം ഷെയർ ചെയ്യണം, ദൈവാത്മകമായുള്ള റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യണം, വിശുദ്ധരെക്കുറിച്ച് ഷെയർ ചെയ്യണം. കാരണം വെച്ചാൽ ഈ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. ഒരിക്കൽ ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഒരു യുവാവ് എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ എന്നോട് പറഞ്ഞത്, ബ്രദറെ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒരിക്കൽ വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണെന്ന്. ശരിക്കും നമ്മൾ ആ വാട്സപ്പിൽ വന്ന മെസ്സേജ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധൻ്റെ ജീവചരിത്രമായിരുന്നു. അത് അഗസ്തിനോസിൻ്റെ ജീവചരിത്രമായിരുന്നു, അഗസ്തിനോസിൻ്റെ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളെ മാത്രമല്ല, ഇന്നത്തെ ഈ സമൂഹത്തെ നമുക്ക് സ്വർഗീയ ജെറുസലേമിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഒരു ഉപകരണമായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായമാണ് നമ്മുടെ കാർലോയുടെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ അപ്പസ്തോലിക പ്രബോധന രേഖകളിലൂടെയും മാർപ്പാപ്പയും പറയുന്നത്, എല്ലാ സഭാപിതാക്കന്മാരും ഒരുമയോടെ പറയുന്ന ഒരു കാര്യവും അതാണ്. ഇന്ന് നമുക്കറിയാം, ഈ ദൈവം മനുഷ്യർക്ക് അനുവദിച്ചു കൊടുക്കുന്ന സാധ്യമാകുന്ന സാങ്കേതിക വിദ്യകളെ ഒരു കൂടുതലും അതിൻ്റെ ഒരു നെഗറ്റീവ് വശത്തിലേക്ക്, ഒരു ഇൻഫ്ലുവൻസിലേക്കാണ് ആളുകൾ പോയി പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് കാരണം നമ്മളൊരു വാട്സപ്പ്, ഒരു വീഡിയോ കോൾ പോലുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും എന്ത് സാധ്യതകളാണ്. കാരണം നമുക്ക് എത്ര ദൂരത്തിരിക്കുന്ന ആളോട് അടുത്തിരിക്കുന്ന പോലെ സംസാരിക്കാവുന്ന സാധ്യതകൾ. പക്ഷേ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇത്തരം മാധ്യമങ്ങൾ വരുമ്പോൾ, സോഷ്യൽ മീഡിയാസ് വരുമ്പോൾ, അതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസസിലേക്ക് ആളുകൾ കൂടി പോകുന്നത്, അതിൻ്റെ ക്രിയാത്മക വശങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന വശം ആളുകൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയാണ് കാർലോ വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാധ്യമാകുന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ഈ ഡിജിറ്റൽ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന വെബ്സൈറ്റും ഒക്കെ അത്ര മനോഹരമായിട്ട്, ഇന്ന് അതിൻ്റെ പുതിയ പുതിയ സംവിധാനങ്ങൾ വരുന്നു, അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ അടുത്തിറങ്ങുമ്പോൾ നമുക്ക് കാർലോയുടെ അടുത്തിറങ്ങുമ്പോൾ കാർലോയുടെ ഇതിനകത്തൊരു സുവിശേഷ തീഷ്ണതയുണ്ട്, ഒരു പ്രേക്ഷിത തീഷ്ണതയുണ്ട്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞപ്പോഴും നമ്മളത് പറഞ്ഞിരുന്നു, ക്രിസ്തുവിനെ പങ്കുവെക്കണം, ക്രിസ്തുവിനെ പരിചയപ്പെടുത്തണം. ആ പ്രേക്ഷിത തീഷ്ണതയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ബേറ്റിറ്റ്യൂഡ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ അതേപടി ജീവിതത്തിൽ വരച്ച് കാട്ടിയൊരു വ്യക്തിയാണ് നമ്മുടെ കാർലോ അക്വിറ്റീസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ സാറ് പറഞ്ഞ പോലെ ഈ നവയുഗ മാധ്യമങ്ങളിൽ നമ്മൾ ഒരു ഐക്യപ്പെട്ടവനാണ് ഇവൻ നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിക്കുന്നത് നമ്മൾ മിഷണറി ഇയർ ആഘോഷിച്ചാണ്. മിഷണറി മന്ത് കഴിഞ്ഞ ഒക്ടോബറിൽ മിഷണറി മന്ത് ആഘോഷിച്ചപ്പം ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ് ഔട്ട് എന്നായിരുന്നു അതിൻ്റെ മോട്ടോ. എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത്, ബാപ്റ്റൈസ്ഡ് ആൻഡ് സെൻഡ് ഔട്ട്. അപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ നമ്മൾ ഐക്യപ്പെട്ടവരാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു മേഖലയുടെ നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ പ്രഘോഷിക്കാൻ. ഇപ്പോൾ നമുക്കറിയാം പല ഉദ്യോഗസ്ഥരുണ്ട്, ജോലിക്കാരുണ്ട്, കമ്പ്യൂട്ടർ വിദഗ്ധരുണ്ട്. അപ്പോൾ അവരിൽ പലരും മാമോദിസ സ്വീകരിച്ചവരുണ്ട്. അപ്പം കാർലോയെ നമ്മൾ നോക്കുമ്പോൾ കാർലോ ആ ചെറുപ്രായത്തിൽ അവൻ്റെ കാർലോയുടെ മുറിയെ പറ്റി മുറിയിൽ ഞങ്ങൾ ഒരു ദിവസം വീഡിയോ കോൾ ഞങ്ങൾ രണ്ടും കൂടെ വിളിച്ചപ്പം കാർലോയുടെ അമ്മ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കാർലോയുടെ ഷെൽഫ് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയത് അവിടെ കണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ പുസ്തകങ്ങളല്ല ഞങ്ങൾ കണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ വെച്ചാൽ കമ്പ്യൂട്ടറിന് സംബന്ധമായ പുസ്തകങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ നോക്കിയപ്പോൾ 3 ഷെൽഫ് നിറച്ചും ഡിക്ഷണറിയുടെ വലുപ്പമുള്ള ടൈപ്പ് കമ്പ്യൂട്ടർ ലോഗരിതംസ് എല്ലാം അടങ്ങിയ പുസ്തകങ്ങൾ. അതിൻ്റെ താഴെ പൂജ്യമായ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ബൈബിളുണ്ട്, കുറച്ച് വിശുദ്ധ പുസ്തകങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനെറ്റായിരുന്നു വിശുദ്ധരെക്കുറിച്ച് അറിയാൻ വേണ്ടി. ഈ വിശുദ്ധരെക്കുറിച്ച് വായിക്കാനുള്ള കോപ്പീസ് എല്ലാം കിട്ടിയത് ഇൻ്റർനെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ നേരത്തെ പ്രതിപാദിച്ച പോലെ ഫാത്തിമയിൽ നിന്ന് കളക്ട് ചെയ്ത പുസ്തകങ്ങളും അതൊക്കെയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പല കഴിവുകളുണ്ട്. കാർലോയെ സംബന്ധിച്ചിടത്തോളം കാർലോയുടെ കഴിവ് കാർലോ ഉപയോഗിച്ചു. നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ച് നമ്മളും ഐക്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വേറെ മേഖലയിൽ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ ഐക്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം വഴിയാകാം, ഒന്നെങ്കിൽ മാധ്യമം വഴിയാകാം. മാധ്യമങ്ങളിലെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ആ മേഖലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വിളിയാണ് കാർലോ നമുക്ക് തന്നിരിക്കുന്നത്. ആയിരിക്കുന്നിടത്ത് ഒരു സുവിശേഷം പ്രഘോഷിക്കുക, ആയിരിക്കുന്നിടത്തൊരു പ്രേക്ഷിതനാവുക, മിഷണറി ആവുക എന്നുള്ളത് വളരെ മനോഹരമായി കാർലോ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ആ ഒരു പ്രായത്തിനേക്കാൾ ഉപരിയായി അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സ്കില്ല്, ഒരു പ്രൊഫഷണൽ ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്തതൊക്കെ മനോഹരമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ എപ്പോഴും പരാമർശിച്ചതുപോലെ അദ്ദേഹം 2.5 വർഷം രാവും പകലും ഉറങ്ങാതെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അധ്വാനം നടത്തിയത്. അദ്ദേഹത്തിന് ധാരാളം ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു ഉള്ള സമയം. അപ്പോൾ 2-3 കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെ ഒരു ചെറിയ ബാലന് ഇത്രയും കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു?
രണ്ട്, അദ്ദേഹം ഈ സമയത്തെ ക്രമീകരിച്ചിരുന്നതൊക്കെ വളരെ കൃത്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും? ഇത് രണ്ടും ഒന്ന് പറയാൻ പറ്റുമോ? ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. കാർലോയുടെ ജീവിതത്തിൽ കാർലോ തൻ്റെ കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ചത് കൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ സാധ്യതകളും മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ തൻ്റെ കഴിവിനെ ഉപയോഗിക്കാൻ കാർലോയ്ക്ക് കഴിഞ്ഞു. അത് കാർലോയ്ക്ക് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു. ഇതെനിക്ക് ഇങ്ങനെ എൻ്റെ കഴിവുണ്ട്, എനിക്ക് കമ്പ്യൂട്ടറിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. തൻ്റെ കഴിവ് തിരിച്ചറിയാൻ കാർലോയ്ക്ക് കഴിഞ്ഞു. ഒന്നാമതായിട്ട് അത് നമ്മൾ കാണുന്നത് കാർലോ തൻ്റെ ഇടവപ്പള്ളിയിലെ വെബ്സൈറ്റ് നവീകരിക്കുന്നുണ്ട്. കാർലോ ചെറുപ്പത്തിൽ തന്നെ നവീകരിച്ച് ആധുനിക രീതിയിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ പഠിച്ച സ്കൂളിലെ വെബ്സൈറ്റും കാർലോ തന്നെയാണ് നവീകരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അന്നത്തെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ അതൊക്കെ പറയാറുണ്ട്, കാർലോ ആയിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ വെബ്സൈറ്റ് നവീകരിച്ചത്. അപ്പോൾ കാർലോയ്ക്ക് ഈ വെബ്സൈറ്റ്, ഈ ഇൻ്റർനെറ്റ്, ഈ മേഖലകളിൽ സാധാരണ ആൾക്കാരെക്കാട്ടും കൂടുതൽ ഒരു നല്ലൊരു കഴിവും നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആ താല്പര്യമുള്ള മേഖല, കാർലോയ്ക്ക് താല്പര്യമുള്ള മേഖല കാർലോ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നതാണ് കാർലോയുടെ പ്രത്യേകത. അതുകൊണ്ട് കാർലോയ്ക്ക് സമയം വേറെ എടുത്തു വെക്കേണ്ട കാര്യമില്ല, ടൈം ടേബിളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാർലോയ്ക്ക് സ്വന്തമായിട്ട് താല്പര്യമുള്ള ഒരു കാര്യം ദൈവത്തോട് ചേർന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവന് അതൊരു സമയ അധിഷ്ഠിതമായുള്ള പ്രവർത്തനമല്ലായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അവന് ഉറക്കമില്ല, ഭക്ഷണമില്ല, അതനുസരിച്ച് അങ്ങ് പോവുമായിരുന്നു. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുമായിരുന്നു. അതാണ് കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കിഷ്ടപ്പെട്ട കാര്യം ദൈവത്തിലേക്ക് തിരിച്ചു വിടുക. അതാണ് നമുക്കിഷ്ടപ്പെട്ട കാര്യം നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. ചിലവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുണ്ട്, ചിലവർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്. ആ കാര്യം നമ്മൾ ആയിരിക്കുന്ന ആ സാഹചര്യമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിക്കുക. അപ്പോൾ അത് വളരെയധികം അതിൽ നമുക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്കത് നല്ലൊരു ആനന്ദത്തിൻ്റെ ഒരു അനുഭവമായിരിക്കും നമുക്ക് തരുന്നത്. കാരണം അതുപോലെ ആനന്ദിച്ചു തരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമാണ്. നമുക്ക് ഇവിടെ തന്നെ നോക്കാം, ആ ചിരിക്കുന്ന മുഖമാണ് കാർലോ. മാലാഖയെ പോലെ ചിരിക്കുന്ന കാർലോ. നമുക്ക് ഇതിനോട് കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ബ്രദർ ജോൺ പറഞ്ഞതുപോലെ ടൈം ടേബിളിലെ ഒരു ക്രമപ്രകാരം അദ്ദേഹത്തിന് ഒരു ഒഴുക്കിൽപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്കൊരു താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ കാർലോയെ ഒരു പഴയ കാല ഒരു വിശുദ്ധനെ ഒരു താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും കേരള സമൂഹത്തിന് ഏറ്റവും അഭിമാന അർഹമായൊരു ദിവസമായിരുന്നു അൽഫോൻസാമ വിശുദ്ധയായത്. അന്ന് അൽഫോൻസാമയോടൊപ്പം ഗെത്താനോ എറീക്കോ എന്ന് പറഞ്ഞൊരു അച്ഛൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നായിരുന്നു. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ഒരു വൈദികൻ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആ വൈദികനെ പറ്റി അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, അത് ബ്യൂണസ് അയേഴ്സിൽ നമ്മുടെ മാർപ്പാപ്പ അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്നു ബെർഗാഗ്ലിയോ. അപ്പോൾ ആ സമയത്ത് ബ്യൂണസ് അയേഴ്സിൽ നിന്നാണ് ഇദ്ദേഹം വിശുദ്ധനായി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എപ്പോൾ എഴുന്നേറ്റ് നോക്കിയാലും എൻ്റെ മകൻ മുട്ടിന്മേ കുത്തി നിന്ന് ജവമാല ഇല്ലെന്ന് കാണാം, വെളുപ്പിനെ 3 മണിക്ക് 4 മണിക്കൊക്കെ. നേരെ തിരിച്ച് ഇവിടെ കാർലോയുടെ അമ്മയോട് ഞങ്ങൾ ചോദിച്ചു, ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ച് കാർലോയുടെ അമ്മയോട് ചോദിച്ചു, മകൻ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് അമ്മ പോയി കാണാറുണ്ടായിരുന്നു, മകനെ നോക്കാറുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ അവൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്താണ്. ഞാൻ അവന് ആദ്യമൊക്കെ ശകാരിക്കുമായിരുന്നു, നീ നിർത്തിയിട്ട് കടന്നാൽ മതി, നിനക്ക് നാളെ പഠിക്കേണ്ടതാണ്, നീ പഠിച്ചാൽ മതി, ഇതൊക്കെ സെക്കൻഡറി ആണെന്ന് പറഞ്ഞ് അമ്മ പിൻവലിക്കാൻ നോക്കിയായിരുന്നു. അപ്പം കാർലോയുടെ മറുപടി ഇതായിരുന്നു, അമ്മേ ഞാൻ ഇതിപ്പം ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്, ഇതുകൊണ്ട് എനിക്ക് എൻ്റെ പഠനത്തിൽ ഒരു മാർക്കും ഒന്നും കുറയത്തില്ല. അത് അക്ഷരം പ്രതി നടന്നത് കാർലോയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. എലിമെൻ്ററി സ്കൂളിലും പ്രൈമറി സ്കൂൾ ഹൈസ്കൂളിലും കാർലോയ്ക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതൊരിക്കലും നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നതിന് ഏറ്റവും വലിയൊരു അടയാളമാണ് കാർലോ അക്യൂറ്റീസിന്. നമുക്ക് കാർലോയുടെ വെബ്സൈറ്റ് നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാർട്ടൂണായിരുന്നു പോക്കിമോനും കുംഫു പാണ്ട. ഈ കുംഫു പാണ്ടയുടെ ഒരു വെറൈറ്റി ഒരു മോഡലാണ്. അദ്ദേഹത്തിൻ്റെ പഴയ വെബ്സൈറ്റ് ഇപ്പോൾ ഇല്ല. ആ പഴയ വെബ്സൈറ്റ് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൻ്റെ അകത്ത് കുംഫു പാണ്ടയുടെ ഒരു ആർട്ട് വർക്ക് അതിനകത്തുണ്ട്. അത് അദ്ദേഹം തന്നെ ചെയ്തൊരു വർക്കാണ്. അത് നമുക്ക് കാണാവുന്നതാണ്. വീഡിയോസ് അതിൻ്റെ ഒരു ചിത്രം ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കാർലോയുടെ ഈ വെബ്സൈറ്റിൻ്റെ ഒരു മോഡൽ കാണുന്നത് നല്ലതായിരിക്കും. carloacutis.com. നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു സംശയമില്ല, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ അങ്ങനെ ആ ഒരു കാർലോയെക്കുറിച്ച് അങ്ങനെ വിശേഷിപ്പിക്കുന്നതും ഒക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയമായി. ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങളിൽ ഒന്നും ദൈവം കുറവ് വരുത്തില്ല എന്നുള്ളത്. കാരണം ഞാൻ
ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ജീസസ് യൂത്തിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാനിത് ധാരാളം പേരുടെ ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി, യേശുവിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിനു മുൻപ് ഒരു ദിവസം 3 ദിവസം കൊണ്ട് പഠിച്ചത് 1 ദിവസം കൊണ്ട് പഠിക്കാൻ ദൈവം കൃപയുണ്ടാക്കി കൊടുക്കുന്ന പോലെ. അപ്പോൾ അത് വളരെ കൃത്യമായൊരു പ്രയോഗമാണ് കാർലോയുടെ ആ പരാമർശം. അതായത് ദൈവത്തിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ മറ്റൊന്നിലും നഷ്ടം വരാൻ ദൈവം സമ്മതിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമായൊരു മറുപടിയാണ്. നമുക്ക് ഇന്ന് കാർലോയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചിലരുടെ പങ്കുവെക്കലുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എൻ്റെ പേര് അലീന. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച് കടന്നുപോയ ഒരു വിശുദ്ധനാണ് കാർലോ. അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രതിപാദിക്കുന്ന ഹൈവേ ടു ഹെവൻ എന്ന ബുക്ക് വായിക്കാൻ ദൈവം കൃപ തന്നു കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോയപ്പം ഒരു സുവിശേഷത്തിലൂടെ കടന്നുപോയ പ്രതീതിയായിരുന്നു എനിക്കുണ്ടായത്. ഈശോയെ ബൈബിളിലൂടെ കണ്ടുമുട്ടിയ പോലെ വീണ്ടും ഈശോയെ കണ്ടുമുട്ടാൻ തന്നെയാണ് എനിക്ക് കാർലോയുടെ ജീവിതം വായിച്ചപ്പോൾ സാധിച്ചത്. ഈശോയെ ഒത്തിരി അടുത്ത് അനുകരിക്കുന്ന, ഈശോയെ പോലെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഒത്തിരി ഇൻസ്പയർ ചെയ്തു കേട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം. എടുത്തു പറയാനുള്ളത്, ഈശോയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാം, അവിടുന്ന് ശാന്തനായിരുന്നു, എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും ഒക്കെ പെരുമാറിയ മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കാർലോയും. എല്ലാവരോടും തമാശകളൊക്കെ പറഞ്ഞ്, എന്നാൽ ശാന്തമായിട്ട് അധികം ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് എപ്പോഴും സന്തോഷത്തോടെ ആയിരുന്ന ഒരു ചെറിയ മനുഷ്യൻ. എന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുമായിരുന്നു. ഈശോ ചാട്ടവാറൊക്കെ എടുത്ത് നമ്മുടെ ദേവാലയം കച്ചവട സ്ഥലം ആക്കിയവർക്കെതിരെ പ്രതികരിച്ചതുപോലെ ഒരു ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്ന ഒരു സംഭവമാണ്. ഒരു ക്ലാസ്സിൽ അബോർഷനെ പറ്റി പറഞ്ഞപ്പോൾ വേറെ ആരും ഒന്നും പ്രതികരിച്ചില്ല, പക്ഷേ കാർലോ മാത്രം എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുന്ന ഒരു സംഭവം അതിന് ഒത്തിരി ഇൻസ്പയർ ചെയ്തു. ശാന്തമായിട്ടൊക്കെ ഇരുന്നാലും പാവമായിട്ട് നിന്നാലും പറയേണ്ടടുത്ത് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യവും ആ ഒരു തീക്ഷ്ണതയൊക്കെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തേടിപ്പോയി അദ്ദേഹം മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി ആ ഒരു എഫേർട്ടൊക്കെ അദ്ദേഹം എടുത്തായിരുന്നു. ഈശോയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആണല്ലോ സുവിശേഷം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹവും യാത്രകൾ ചെയ്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അനേകരിലേക്ക് എത്തിക്കാൻ കാണിച്ചിരുന്ന മനസ്സും ഒത്തിരി വലുതും നമുക്കൊക്കെ മാതൃകയാക്കാൻ കഴിയുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ ഈശോ ചെയ്തിരുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും പ്രബോധിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ നമ്മളിപ്പോൾ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ഒത്തിരി ആകർഷണങ്ങളൊക്കെ നമുക്കുണ്ടാവും, തിന്മയിലേക്ക് വീണു പോകാനുള്ള ചാൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ തൻ്റെ കൂട്ടുകാരോടൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, ഈ ആകർഷണങ്ങളിലൊന്നും കണ്ട് കെണിയിലൊന്നും വീണു പോകരുത്, അതിനുള്ളൊരു ഇച്ഛാശക്തി നമുക്ക് വേണമെന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു. അപ്പം താൻ മാത്രം വിശുദ്ധിയിൽ പോയാൽ പോരാ, തൻ്റെ ഒപ്പമുള്ളവരെയും ചേർത്ത് പിടിച്ച് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോയ ഒരു അത്ഭുതം, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനായിരുന്നു കാർലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ ഇങ്ങനെ പറയും, മറ്റൊരു ക്രിസ്തുവായി തീരാൻ എന്നെ സഹായിക്കണമേ എന്ന്. മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. അതാണ് വിശുദ്ധിയുടെ കിരീടം അദ്ദേഹത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരു ചലഞ്ച് തന്നെയാണ് ഈശോയുടെ ജീവിതം. ഈശോയുടെ ജീവിതം ചലഞ്ചാണ്, പക്ഷേ ഇമ്പോസിബിൾ അല്ലെന്ന് കാർലോ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഈശോയെ പോലെ ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്നാണ് കാർലോയുടെ ജീവിതം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം. എൻ്റെ പേര് ബ്ലസൻ. 21-ാം നൂറ്റാണ്ടിൽ നമ്മളായിരിക്കുമ്പോൾ വിശുദ്ധമായൊരു ജീവിതം നയിക്കുക എന്നൊക്കെ പറയുന്നത് മിക്കവർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കൊമ്പായി കാണുന്നൊരു സംഭവമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് വാഴ്ത്തപ്പെട്ട കാർലോയുടെ ജീവിതം ഒന്ന് പഠിക്കാൻ ശ്രമിക്കാവുന്നത്. അതായത് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കാർലോ ഇന്ന് ആ ഒരു പദവിയിലെത്തിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു കാർലോ. ഇത്രമാത്രം ക്രിസ്തുവിനോടുള്ളൊരു സ്നേഹം നമ്മൾ പലരും കാണുന്നുണ്ടെങ്കിൽ പോലും കാർലോയുടെ പ്രയത്നങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതലായി ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ നമുക്ക് അതിനുള്ളൊരു ഊർജ്ജം നൽകുന്ന ഘടകങ്ങളാണ് അവയ്ക്ക്. അതായത് നമുക്കറിയാം, ഇപ്പം വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് വ്യക്തികൾ അകന്നു പോകുന്നൊരു കാലഘട്ടമാണിത്. പല കാരണങ്ങളുണ്ട് അതിന്. അപ്പം കാർലോ ജീവിച്ചിരുന്നതും അത്തരം സന്ദർഭങ്ങളിൽ തന്നെയാണ്. പക്ഷേ കാർലോ അപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതായത് എന്തുകൊണ്ടാണ് ആളുകൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ യുവജനങ്ങൾക്ക് സഭയോട് ചേർന്ന് ചിന്തിക്കാൻ സാധിക്കാത്തത്, മീൻസ് അവരെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കാർലോ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം അങ്ങനെയാണ് ദൈവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് കാർലോ തൻ്റെ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കാർലോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്ത് ലോകത്തിന് മുഴുവൻ ലോകത്തിലുള്ള എല്ലാവരെയും അത് അറിയിക്കുവാൻ കാർലോ ശ്രമിച്ചിരുന്നു. അതുവഴി ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ കാണുന്നതെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിരുന്നു കാർലോ ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച കാർലോയുടെ ജീവിതത്തിലൊരു ഭാഗമെന്ന് പറഞ്ഞാൽ കാർലോയുടെ ഒരു ലോങ്ങർ വിഷനിലുണ്ടായിരുന്നൊരു സംഭവമാണ്
സഭയ്ക്കെതിരെയൊക്കെ നിലകൊള്ളുന്ന തെറ്റായ വിശ്വാസങ്ങൾക്കെതിരെ പൊരുതുക. അതായത് പാഷാണ്ഡതകളും അങ്ങനെ മറ്റ് സത്യവിശ്വാസത്തിന് അനുയോജ്യമല്ലാത്ത പഠനങ്ങൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ അവയൊക്കെ കൺഫ്രണ്ട് ചെയ്യുക. സത്യം എന്താണെന്ന് എല്ലാവർക്കും തുറന്നു കൊടുക്കുക. അതായത് അപ്പോളജറ്റിക്സ് ചെയ്യുക. കാർലോയ്ക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പരിമിതി മൂലം അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും കാർലോ തൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നായി കണ്ടുകൊണ്ടിരുന്നതാണ് ഇത്. അപ്പം നമ്മളും ശരിക്കും ശീലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണത്. നമ്മുടെ സത്യവിശ്വാസം എന്താണെന്ന് നമ്മൾ പഠിക്കണം. നമ്മളത് നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ തെറ്റായ എന്തെങ്കിലും പഠനങ്ങളൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചാലും അതിൽ നിന്നൊക്കെ മാറി സത്യസഭ എന്താണ് പഠിപ്പിക്കുന്നത്, സത്യവിശ്വാസം എന്താണ്, ഇതൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും സഭ വിട്ട് വ്യക്തികൾ പോകാനുള്ള പ്രധാന കാരണം സഭ എന്ത് പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ്. അതായത് സത്യപഠനങ്ങൾ ആളുകളിലേക്ക് എത്താത്തതാണ് ഒരു വലിയ പരിധിവരെ സഭയിൽ നിന്ന് ആളുകൾ യുവജനങ്ങൾ പ്രത്യേകമായും പുറകോട്ട് പോകുന്നത്. അതായത് അവർ സഭ എന്തെന്നറിയുന്നത് സഭയിൽ നിന്നല്ല, മറിച്ച് ചുറ്റിലുമുള്ള മറ്റു പലരിൽ നിന്നാണ്. അപ്പം അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് കാർലോയ്ക്കും കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത പൂർണ്ണതയിൽ അത് നടത്താക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അതായത് സഭയെ പഠിക്കുക, സഭയുടെ വിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്കും അത് നമ്മുടെ കൂട്ടുകാരിലേക്കും ഇല്ലെങ്കിൽ ഇനി നമ്മുടെ ഫ്ലോക്ക് വിട്ട് മാറിയിരിക്കുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പം ഇതാണ് എനിക്ക് കാർലോയുടെ ജീവിതം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പ്രധാന പോയിന്റ്. കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന ഒരു 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 വലിയൊരു പ്രതിഭാസമാണെന്ന് നമ്മൾക്ക് ഓരോ ദിവസത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. വീണ്ടും ഈ പങ്കുവയ്ക്കലുകളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവുന്നതാണ്. കാലഘട്ടത്തിനനുസൃതമായി ഈശോയെ പങ്കുവയ്ക്കാൻ ദൈവം നൽകിയ ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്ന് ദീർഘവീക്ഷണത്തോടെ ഇടപെട്ട ഒരാളാണ് കാർലോ എന്ന ചെറിയ പ്രായത്തിൽ ചെയ്ത ഒരാളാണെന്ന് നമുക്ക് വളരെ വ്യക്തതയുണ്ട്. നമുക്കും യേശുവിനെ പങ്കുവയ്ക്കുക എന്നത് നമ്മൾ എപ്പിസോഡിൽ പല സമയത്ത് പരാമർശിച്ചതുപോലെ മാമോദിസ വെള്ളം തലയിൽ വീണ ഓരോ ബാപ്റ്റൈസ്ഡ്, ഓരോ ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്ത്യാനിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നത്, യേശുവിനെ പങ്കുവയ്ക്കുക എന്നത്. ആ കടമയെ നമുക്ക് ഓർക്കാം. നമുക്ക് യഥാർത്ഥ പ്രേക്ഷിതരായി നമുക്ക് ജീവിക്കാം. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ബ്രദേഴ്സിന് നന്ദി. നമുക്ക് വീണ്ടും ഹൈവേ ടു ഹെവൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി.